നല്ലൊരു ഫിഷ് മസാല, നല്ല അടിപൊളി രുചിയിൽ ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രീതിയിൽ നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും KFR കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഫിഷ് മസാല തയ്യാറാക്കാനായിട്ട് 250 ഗ്രാം വരുന്ന 4 ഫിഷാണ് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഈ കാണുന്ന പോലെ നല്ല ഡീപ്പായിട്ട് വേണം കട്ട് ചെയ്തെടുക്കേണ്ട. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഫിഷിൻ്റെ ഉള്ളിലൊക്കെ മസാല പറ്റാനാണ്. അപ്പോൾ അടിപൊളിയായിട്ട് മസാല മീറ്റിൽ പിടിക്കാനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് തന്നെ എടുക്കണം. അപ്പോൾ നമ്മളെ ഫിഷ് എല്ലാം എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായൊരു പാത്രത്തിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, അല്പം കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഫിഷിൻ്റെ മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിഷിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫിഷിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഓരോ പാർട്ടിലും നമ്മൾ തേച്ച് കൊടുക്കുക. അതേപോലെ ഈ വയറിൻ്റെ ഉള്ളിലും ഒക്കെ നന്നായിട്ട് ഫുള്ളായിട്ട് ഈ മസാല പുരട്ടി നല്ല അടിപൊളിയായിട്ട് എടുക്കണം. അപ്പോൾ മീറ്റിലേക്ക് മസാല പിടിക്കാനായിട്ട് നമുക്ക് ഈ ഫിഷിനൊന്ന് കുറച്ച് നേരം മാറ്റി വെക്കാം. ഇപ്പോൾ നമുക്ക് ഫിഷ് മസാല തയ്യാറാക്കാനുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്കൊന്ന് കണ്ടുപോകാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 4 നമ്പർ കുടംപുളി എടുത്തിട്ടുണ്ട്. അതൊരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുതിർത്തി വെക്കാം. അതേപോലെ തന്നെ അരമുറി തേങ്ങയുടെ 1/4 പാല്, 50 ഗ്രാം വെളുത്തുള്ളി, 50 ഗ്രാം ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ 1 കിലോ സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തുണ്ട്. അതേപോലെ തന്നെ 1/2 കിലോ തക്കാളി, അതും ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില. ഇത്ര സാധനം മതിയാവും നമുക്ക്. അപ്പോൾ നമ്മുടെ ഫിഷ് ഇത് നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കടായിൽ നല്ല ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ചൂടായ ഓയിലിലേക്ക് ഫിഷ് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഈ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എപ്പോഴും നല്ല ഹീറ്റായിട്ടുള്ള ഓയിലിട്ട് വേണം ഫിഷ് ഫ്രൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഫിഷിൻ്റെ ഉള്ളിലോട്ടൊക്കെ എണ്ണ വലിഞ്ഞ് കയറും. ഫിഷ് ഇട്ട ഉടനെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഇളക്കരുത്. അപ്പോൾ ആ ഫിഷിൽ നിന്ന് ആ മസാലയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വന്ന ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫിഷിൻ്റെ 2 ഭാഗവും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തായിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ആ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ ആ ഫിഷിൻ്റെ ഒരു ഫ്ലേവർ ആ ഓയിലുണ്ടാവും. അപ്പോൾ ഈ നന്നായിട്ട് ചൂടായി ഓയിലിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് ചേർത്തിട്ടൊന്ന് വഴറ്റാം. അതിനൊപ്പം തന്നെ നമുക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർക്കാം. ഇതും കൂടി ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് സവാളയും കൂടി ചേർക്കാം. സവാള ചേർത്ത് സവാളയൊക്കെ നല്ല സോഫ്റ്റായി വന്നാലും വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ നല്ല സോഫ്റ്റായി വന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ മുളക് പൊടി ഇടാവുന്നതാണ്. 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ KFR കിച്ചൻ്റെ ചാനലിൽ ഒത്തിരി ഇതുപോലത്തെ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും പോയി അത് കാണണോട്ടോ, മറക്കരുത്. അപ്പോൾ അതായത് നമ്മളുടെ എല്ലാ മസാലയൊക്കെ പച്ചപ്പൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ തക്കാളി ചേർക്കാം. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ മസാലക്ക് റെഡ് കളർ കിട്ടാനായിട്ട് ഞാൻ അല്പം റെഡ് കളർ ചേർക്കുന്നുണ്ട്. ഈ കളർ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ മസാല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത് അത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തൊന്ന് ഇളക്കി ചെറിയ ചൂടിൽ ഒന്ന് മൂടി വെച്ച് ഒരു അല്പസമയം നമുക്ക് വേവിക്കാം. അപ്പം നമ്മുടെ ഫിഷിൻ്റെ മസാല നന്നായി വെന്ത് പോകുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ഫിഷ് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ആ മസാലയൊക്കെ ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് റാപ്പ് ചെയ്യാം. അപ്പോൾ ഒരു കാരണവശാലും ഇതിട്ട പോലെ തന്നെ ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും, അല്പം കറിവേപ്പില, ഒരു തക്കാളി 6 കഷ്ണമായിട്ടാണ് മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഇതിനകത്ത് ചേർക്കാം. അടുത്തായിട്ട് തേങ്ങാപ്പാലും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. കൂടുതൽ ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ മീൻ ആകെ പൊടിഞ്ഞു പോകും. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വളരെ ചെറിയ ചൂടിൽ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതായത് നമ്മുടെ ഫിഷ് മസാല റെഡിയാണ്ട്. ഇനി ഇത് നമുക്കൊരു സർവിങ് പ്ലേറ്റിൽ നമുക്ക് കാട്ടാം. ഇപ്പോൾ ഫിഷ് മസാലയുടെ കൂടെ ലെമൺ റൈസാണ് നമ്മളിന്ന് സർവ് ചെയ്യണത്. ലെമൺ റൈസിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ തീർച്ചയായും കാണുക. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. കണ്ടോ, നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് വന്നത്. നല്ല പഞ്ഞി പോലത്തെ ഫിഷാണ് നമുക്ക് കിട്ടിയേക്കുന്നത്.
അപ്പോൾ തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നവരേക്കും ഇസ് ബൈ ഫ്രം ടീം കെ4 കിച്ചൺ.